ഹലോ, എല്ലാവർക്കും ഓഡിബിൾ ആണോ? കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കാറ്റഗറി 1 ആയിക്കോട്ടെ, അതേപോലെ 2 ആയിക്കോട്ടെ, ഒരുപാട് വർഷങ്ങളിൽ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സെക്ഷനാണ് മാഗ്നറ്റിസം അഥവാ കാന്തികത എന്നുള്ളത്. അപ്പോൾ നമുക്കിന്ന് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ചെറിയ പ്രായം തൊട്ടേ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റ് എന്നുള്ളത് അല്ലേ. അപ്പം എന്താണ് കാന്തം എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റണം. കാന്തം എന്താണ്? കാന്തിക വസ്തുക്കളെ ആകർഷിക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് നമ്മൾ കാന്തം എന്ന് വിളിക്കുക. കാന്തിക വസ്തുക്കളെ ആകർഷിക്കാൻ സാധിക്കുന്ന വസ്തുക്കളാണ്, പദാർത്ഥങ്ങളാണ് എന്ത്? മാഗ്നറ്റ് അഥവാ കാന്തം എന്ന് പറയുക. അല്ലെങ്കിൽ എന്താണ്? ദ മെറ്റീരിയൽസ് വിച്ച് ക്യാൻ അട്രാക്ട് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ കോൾഡ് മാഗ്നറ്റ്സ്. അപ്പൊ എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ്, കൊബാൾട്ട്, നിക്കൽ, അയേൺ, കൊബാൾട്ട്, നിക്കൽ, ഈ 3 പദാർത്ഥങ്ങളാണ് നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുക. കാരണം എന്താണ്? കാന്തം ഇവരെയാണ് ആകർഷിക്കുക. അപ്പൊ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ആക്കാം അല്ലെ. പണ്ട് നമ്മുടെ ആൻഷ്യന്റ് ഗ്രീസില്, പുരാതന ഗ്രീസില് ഒക്കെ നിലവിലുണ്ടായിരുന്ന ഒരു കഥയാണ്. അവിടെ ഒരു മഗ്നീഷ്യ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, മഗ്നീഷ്യ. അപ്പൊ അവിടെ മാഗ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്ടിടയൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇയാള് ഡെയിലി ആടിനെ മേയ്ക്കാൻ പോകും. അപ്പൊ മേയ്ക്കാൻ പോകുമ്പോൾ ഇയാളുടെ ഒരു കയ്യിലൊരു വടി ഉണ്ടാവും, ഒരു സ്റ്റിക്ക് ഉണ്ടാവും. അതിന്റെ ടിപ്പില് അഗ്രഭാഗത്ത് ഒരു ഇരുമ്പിന്റെ ഒരു അയണിന്റെ ഒരു കോട്ടിങ് ഉണ്ട്. അപ്പൊ ഇയാൾ ഒരു ദിവസം ആട് മേയ്ക്കാൻ പോയപ്പോ പാറയിൽ ഇയാളുടെ ഈ ഒരു വടി സ്റ്റക്കായി നിൽക്കുകയുണ്ടായി. അപ്പോൾ ഈ പാറയ്ക്ക് എന്തോ എന്താണ് പറയാ, പോസസ്ഡ് ബൈ ഡീമൻ, അല്ലെങ്കിൽ ഒരു പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ ആൾക്കാരൊക്കെ തടിച്ചുകൂടി. അവസാനം ഈ പാറയെ പേര് മാഗ്നറ്റൈറ്റ് എന്നൊക്കെ വിളിക്കുകയുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ കാന്തത്തിന്റെ ഒരു കഥ വരുന്നത്. അപ്പൊ അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ അങ്ങനെ മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചത് നമ്മൾ പിന്നീട് മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തം എന്നൊക്കെ നമ്മൾ വിളിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വസ്തുവാണ് കാന്തം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാന്തിക വസ്തുക്കളുടെയും അകാന്തിക വസ്തുക്കളുടെയും ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കാന്തിക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കാന്തം ആകർഷിക്കുന്ന പദാർത്ഥങ്ങളാണ് കാന്തിക വസ്തുക്കൾ. അപ്പൊ ഇവിടെ നമുക്ക് ഇരുമ്പ് കാണാൻ പറ്റും, കൊബാൾട്ട് കാണാൻ പറ്റും, നിക്കല് കാണാൻ പറ്റും, സ്റ്റീല് കാണാൻ പറ്റും. പിന്നെ അകാന്തിക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അലൂമിനിയം ആയിക്കോട്ടെ, സ്വർണ്ണം ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ, ഈ വസ്തുക്കളൊന്നും എന്ത് ചെയ്യില്ല, കാന്തം ആകർഷിക്കില്ല. അപ്പൊ അങ്ങനെ കാന്തം ആകർഷിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ കാന്തിക വസ്തുക്കൾ എന്നും കാന്തം ആകർഷിക്കാത്ത പദാർത്ഥങ്ങളെ നമ്മൾ അകാന്തിക വസ്തുക്കൾ എന്നും വിളിക്കും. മാഗ്നറ്റിക് മെറ്റീരിയൽസും നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസും. പിന്നെ നമുക്ക് പറയാനുള്ളത് സ്വാഭാവിക കാന്തങ്ങളും കൃത്രിമ കാന്തങ്ങളുമാണ്, അല്ലെങ്കിൽ നാച്ചുറൽ മാഗ്നറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്.
അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒരു സ്റ്റോറി പറഞ്ഞില്ലേ, ആ മഗ്നീഷ്യയിൽ നമ്മൾ ആ മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാറ, ആ ഒരു മാഗ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷെഫേർഡ് അല്ലെങ്കിൽ ആട്ടിടയും കണ്ടെത്തിയ ഒരു കഥ പറഞ്ഞില്ലേ. അപ്പൊ അതേപോലെ നമ്മൾ പ്രകൃതിയിൽ നേരിട്ട് കാണപ്പെടുന്ന കാന്തങ്ങളെ നമ്മൾ സ്വാഭാവിക കാന്തങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ മാഗ്നറ്റ്സ് എന്നാണ് വിളിക്കുക. പ്രകൃതിയിൽ നമ്മൾ നേരിട്ട് കാണുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന കാന്തങ്ങളെ നമ്മൾ സ്വാഭാവിക കാന്തങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ മാഗ്നറ്റ്സ് എന്നാണ് വിളിക്കുക. പിന്നെ നമ്മൾ സാധാരണയായിട്ട് ഇപ്പൊ ഒക്കെ നമ്മൾ പല എന്താണ് പറയാ, പല മെഷീൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പല നമ്മുടെ നിത്യജീവിതത്തിൽ പല സ്ഥലങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് കൃത്രിമ കാന്തങ്ങളാണ്. നമ്മൾ നാച്ചുറൽ മാഗ്നറ്റ്സ് അല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇപ്പൊ നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന അല്ലെങ്കിൽ മാൻമെയ്ഡ് മാഗ്നറ്റ്സിനെയാണ് നമ്മൾ കൃത്രിമ കാന്തം എന്ന് വിളിക്കുക. ഒന്നുകൂടെ, പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന കാന്തങ്ങളെ നമ്മൾ സ്വാഭാവിക കാന്തങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ മാഗ്നറ്റ്സ് എന്നാണ് വിളിക്കുക. അതേപോലെ തന്നെ നമ്മൾ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ള മാഗ്നറ്റ്സിനെ നമ്മൾ കൃത്രിമ കാന്തങ്ങൾ എന്നാണ് വിളിക്കുക. അപ്പൊ സാധാരണയായിട്ട് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കുന്നത് അലോയ്സ് അഥവാ ലോഹ സങ്കരങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ എന്താണ് ഈ ലോഹ സങ്കരം എന്ന് പറഞ്ഞാല്? ലോഹ സങ്കരം എന്ന് പറഞ്ഞാൽ വിവിധ ലോഹങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് അല്ലെ, അല്ലെങ്കിൽ അലോയ്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുക, അലോയ്സ്. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പൊ നമ്മൾ അൽനിക്കോ പോലെയുള്ള ലോഹ സങ്കരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ഒന്നുകൂടെ, ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ അൽനിക്കോ എന്ന ഒരു പദാർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അൽനിക്കോ പോലെയുള്ള ലോഹ സങ്കരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തം നിർമ്മിക്കുന്നത്. ഒന്നുകൂടെ, പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന കാന്തങ്ങളെ നമ്മൾ നാച്ചുറൽ മാഗ്നറ്റ്സ് അഥവാ സ്വാഭാവിക കാന്തങ്ങൾ എന്ന് വിളിക്കും. നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന കാന്തങ്ങളെ നമ്മൾ കൃത്രിമ കാന്തം അല്ലെങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് വിളിക്കും. അൽനിക്കോ പോലെയുള്ള ലോഹ സങ്കരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ഇപ്പൊ ഈ അൽനിക്കോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു ലോഹ സങ്കരമാണ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു അലോയി ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ആദ്യം സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ അതിന് പ്രതീക്ഷിക്കണം, ഈ അൽനിക്കോ ഏതൊക്കെ ലോഹങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. പേരിൽ തന്നെ ഉണ്ട് അല്ലെ, അൽനിക്കോ. അൽനിക്കോ എന്ന് പറയുമ്പോൾ അവിടെ അലൂമിനിയം വരുന്നുണ്ട്, നിക്കൽ വരുന്നുണ്ട്, അതേപോലെ കൊബാൾട്ട് വരുന്നുണ്ട്. പിന്നെ ചെറിയ അളവിൽ നമ്മൾ അയൺ അല്ലെങ്കിൽ ഇരുമ്പൊക്കെ ചേർക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക, നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കൃത്രിമ കാന്തങ്ങൾ ഉണ്ടാക്കുന്നത് അൽനിക്കോ പോലെയുള്ള ലോഹ സങ്കരങ്ങൾ അല്ലെങ്കിൽ അലോയ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അൽനിക്കോയില് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അലൂമിനിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ലോഹങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൽനിക്കോ ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കാന്തത്തിന്റെ ആകൃതിയും ആ കാന്തങ്ങളെ പേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് പല ആകൃതിയിൽ നമുക്ക് കാന്തങ്ങൾ കാണപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് ഷേപ്പിലും സൈസിലും ഒക്കെ മാഗ്നറ്റ്സ് അല്ലെങ്കിൽ കാന്തങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ അതിന്റെ ആകൃതിക്കനുസരിച്ചാണ് നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും, ഈ ഫസ്റ്റ് ചിത്രം കാണുന്നില്ലേ, ബാർ ഷേപ്പിലുള്ള മാഗ്നറ്റ് നമ്മൾ ബാർ കാന്തം അല്ലെങ്കിൽ ബാർ മാഗ്നറ്റ് എന്നാണ് വിളിക്കുക. പിന്നെ നമുക്കറിയാം നമ്മുടെ വടക്ക് നോക്കി യന്ത്രം അല്ലെങ്കിൽ കോമ്പസിലൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ് കാന്ത സൂചി അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ നമുക്ക് പരിചയമുള്ളതാണ്. പിന്നെ യു ഷേപ്പ്ഡ് കാന്തങ്ങളുണ്ട് അല്ലെ, യു ഷേപ്പ്ഡ്. അപ്പൊ അതിനെ യു കാന്തം എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ലാടകാന്തം എന്ന് വിളിക്കാറ്. നമ്മുടെ കുതിരയുടെ ഒക്കെ ലാടമില്ലേ, അപ്പൊ അതിന്റെ ഒരു ഷേപ്പ് അല്ലെ, നമ്മുടെ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുക. അപ്പോൾ യു ഷേപ്പ് മാഗ്നറ്റ് നമ്മൾ യു മാഗ്നറ്റ് അഥവാ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് അഥവാ ലാടകാന്തം എന്നൊക്കെ നമ്മൾ വിളിക്കും. പിന്നെ റിംഗ് ഷേപ്പിലുള്ളതിനെ നമ്മൾ റിംഗ് കാന്തം എന്നും ഡിസ്ക് ഷേപ്പിലുള്ളതിനെ നമ്മൾ ഡിസ്ക് കാന്തം എന്നൊക്കെ പേരിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ കാന്തത്തിന്റെ ആകൃതിക്കനുസരിച്ച് പല പേരിലുള്ള കാന്തങ്ങൾ നിലവിലുണ്ട്. ഇപ്പൊ ബാർ മാഗ്നറ്റ് ഉണ്ട്, കാന്ത സൂചി ഉണ്ട്, യു കാന്തം ഉണ്ട്, അതേപോലെ റിംഗ് മാഗ്നറ്റ് ഉണ്ട്, ഡിസ്ക് കാന്തം. അങ്ങനെ പലതരത്തിലുള്ള പല ആകൃതിയിലും ഷേപ്പിലും പേരിലൊക്കെ കാന്തങ്ങൾ വരുന്നുണ്ട്. ഒന്നുകൂടി ഓർമ്മിക്കുക, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാന്തങ്ങളൊക്കെ കൃത്രിമ കാന്തങ്ങളാണ്. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് അൽനിക്കോ പോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അൽനിക്കോ പോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാന്തങ്ങളുടെ കുറച്ച് പൊതു സവിശേഷതകൾ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് ട്രൈറ്റ്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് കാന്തങ്ങളുടെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറയേണ്ടത്, ഈ കാന്തങ്ങൾക്ക് ഏതൊരു കാന്തങ്ങൾക്കും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും, രണ്ട് പോൾസ് ഉണ്ടായിരിക്കും. ഒന്നുകൂടെ, ഏതൊരു മാഗ്നറ്റിനും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും.
എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ, ഞാനത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല, എന്നാൽ നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാന്തങ്ങൾക്കും എന്തുണ്ടായിരിക്കും? 2 ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും, നോർത്ത് ആൻഡ് സൗത്ത്. പിന്നെ നമുക്കറിയാം, അത് നിങ്ങൾ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക, ഒരു കാന്തത്തെ നമ്മൾ പൊട്ടിച്ച് ചെറിയ തരിയാക്കിയാൽ പോലും ആ തരിക്ക് വരെ എന്തുണ്ടായിരിക്കും? 2 ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. അതായത് യൂണിപോളാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു പോള് മാത്രമുള്ള മാഗ്നറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓർമ്മിക്കട്ടോ, എല്ലാ കാന്തങ്ങൾക്കും 2 ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. അത് നോർത്ത് സൗത്ത് യഥാക്രമം നമ്മൾ തെക്ക് വടക്ക് അല്ലെങ്കിൽ ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കാന്തത്തിന്റെ ധ്രുവങ്ങളെ പേരിട്ട് വിളിക്കും. പിന്നെയുള്ളത് കാന്തത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ അതിന് സ്വതന്ത്രമായിട്ട് ചലിക്കാൻ രീതിയിൽ കാന്തത്തെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു കാന്തത്തെ നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ, അതെങ്ങനെ നമ്മൾ അനുവദിക്കുക? ഒരു ചരടിലോ അല്ലെങ്കിൽ ഒരു കയറിലോ ഒക്കെ കെട്ടി, നൂലിലോ ഒക്കെ കെട്ടി തൂക്കിയിടാം. അപ്പൊ അത് നമുക്ക് കാണാൻ പറ്റും, അത് ഫൈനലി നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും, തെക്ക് വടക്ക് ദിശകളായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഒന്നുകൂടെ, നമ്മളൊരു കാന്തത്തെ സ്വതന്ത്രമായിട്ട് നമ്മൾ ചലിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ അലൈൻ ചെയ്ത് നിൽക്കും, നോർത്ത് സൗത്ത് ഡയറക്ഷനായിട്ട് നിൽക്കും. അപ്പോൾ അതിനെ നമ്മൾ കാന്തത്തിന്റെ ദിശാസൂചക സ്വഭാവം എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും നമ്മൾ, ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. ക്ലിയർ? ഒന്നുകൂടെ ഓർമ്മിക്കുക, ഒരു കാന്തത്തെ നമ്മൾ സ്വതന്ത്രമായിട്ട് ചലിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നൂലിൽ കെട്ടി തൂക്കിയിട്ടാൽ മതി. അത് ഒന്ന് റെസ്റ്റിൽ വരുമ്പോൾ, നിശ്ചലാവസ്ഥയിലാവുമ്പോൾ അത് തെക്ക് വടക്ക് ദിശയിൽ ഇങ്ങനെ സ്വയം ക്രമീകരിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനെ ദിശാസൂചക സ്വഭാവം അഥവാ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്നാണ് വിളിക്കുക, ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. ഈ ഒരു സവിശേഷതയാണ് നമ്മൾ നമ്മുടെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഇതില്ലേ, വടക്ക് നോക്കി യന്ത്രം അഥവാ നമ്മുടെ എന്താണ് വിളിക്കുക അതിനെ? കോമ്പസ് എന്ന് വിളിക്കില്ലേ, കോമ്പസ്. അപ്പൊ അതിൽ ഈ ദിശാസൂചക സ്വഭാവമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അതേ പോയിന്റ് ഞാൻ പറയുന്നത്, കാന്തം ദിശാസൂചക സ്വഭാവം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മൾ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ഒരു കാന്തത്തെ ചലിക്കാൻ അനുവദിച്ചാൽ അതെപ്പോഴും തെക്ക് വടക്ക് ദിശകളായിട്ട് സ്വയം ക്രമീകരിച്ച് നിൽക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ സ്വയം ക്രമീകരിച്ച് നിൽക്കുന്ന കാന്തത്തിന്റെ വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രം കാന്തത്തിന്റെ ഉത്തര ധ്രുവമായിരിക്കും, നോർത്ത് പോൾ ആയിരിക്കും. അതേപോലെ സൗത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രം എന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവം അഥവാ സൗത്ത് പോൾ ആയിരിക്കും. അപ്പൊ നമുക്ക് പൊളാരിറ്റി അല്ലെങ്കിൽ ധ്രുവത കാണാൻ എളുപ്പമാണ് അല്ലെ. ഒരു കാന്തം എന്ത് ചെയ്താൽ മതി? ഫ്രീ ആയിട്ട് ചലിക്കാൻ അനുവദിച്ചാൽ മതി. ഒരു കാന്തം സ്വതന്ത്രമായിട്ട് ചലിക്കാൻ അനുവദിച്ചാൽ നമ്മൾ പറഞ്ഞു, അത് നിശ്ചലാവസ്ഥയിലേക്ക് വരുമ്പോൾ അത് സ്വയം ക്രമീകരിച്ച് തെക്ക് വടക്ക് ദിശകളായിട്ട് നിൽക്കും, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോ വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രം ആ കാന്തത്തിന്റെ ഉത്തര ധ്രുവവും തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രം ആ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം അഥവാ സൗത്ത് പോളും ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാന്തത്തിന്റെ ധ്രുവങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതും എല്ലാവർക്കും അറിയുന്നൊരു പോയിന്റ് ആണ്, കാന്തത്തെ സംബന്ധിച്ചിടത്തോളം ഈ സജാതീയ ധ്രുവങ്ങൾ പരസ്പരം വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുകയും ചെയ്യും. ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലടോ? ഓഡിയോ ഒക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്ന ഇതാണ്, ഒരു കാന്തത്തെ സംബന്ധിച്ച് അതിന്റെ വ്യത്യസ്ത ധ്രുവങ്ങൾ ആകർഷിക്കും. ഒന്നുകൂടെ ഒരു കാന്തത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിജാതീയ ധ്രുവം എന്ന് പറഞ്ഞാൽ സജാതീയ ധ്രുവം എന്ന് പറഞ്ഞാൽ ഒരേ ധ്രുവം എന്ന് പറഞ്ഞാൽ എന്താ? നോർത്തും സൗത്തും അപ്പൊ അതാണ് സജാതീയ ധ്രുവം എന്ന് പറയുന്നത്. അപ്പൊ കാന്തത്തെ സംബന്ധിച്ചിട്ട് ഈ ലൈക്ക് പോൾസ് അഥവാ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കാണ് ചെയ്യുക. വികർഷിക്കുക പരസ്പരം അത് അകന്നു പോകും. നമ്മൾ എത്ര അടുപ്പിച്ച് വെച്ചാലും അത് പരസ്പരം ഒട്ടിച്ചേർന്ന് ഇരിക്കില്ല. അപ്പൊ അങ്ങനെ കാന്തത്തെ സംബന്ധിച്ചിടത്തോളം സജാതീയ ധ്രുവങ്ങൾ പരസ്പരം വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അപ്പൊ സൗത്തും നോർത്തും അല്ലെ, അവ അടുത്ത് വന്നു കഴിഞ്ഞാൽ പരസ്പരം ആകർഷിക്കുകയും ചെയ്യും. നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് എന്ന് പറയാം നമുക്ക് അല്ലെ. അതായത് ഒരേപോലെയുള്ള ധ്രുവങ്ങൾ വികർഷിക്കുന്നു, വിജാതീയ ധ്രുവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ധ്രുവങ്ങൾ അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യുന്നു. ഇതാണ് കാന്തത്തിന്റെ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഇതാണ് കാന്തത്തിന്റെ പ്രത്യേകമായിട്ടുള്ള, അതായത് അതിന്റെ പൊതു സവിശേഷത, കോമൺ ആയിട്ടുള്ള ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടി നമുക്ക് അതിനൊന്ന് റീകോൾ ചെയ്ത് നോക്കാം. എപ്പോഴും നമ്മൾ ഒരു കാന്തത്തെ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ചലിക്കാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും ഭൂമിയുടെ തെക്ക് വടക്ക് ദിശകളിലായിട്ടാണ് അത് അലൈൻ ചെയ്ത് നിൽക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു പ്രത്യേകതയാണ് നമ്മൾ കോമ്പസ് അഥവാ വടക്ക് നോക്കി യന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളൊരു കാര്യം കൂടി പറയാം, കാന്തം ദിശാസൂചക സ്വഭാവം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ സ്വയം ക്രമീകരിക്കാനുള്ള കാന്തത്തിന്റെ പ്രത്യേകതയെ നമ്മൾ അതിന്റെ ദിശാസൂചക സ്വഭാവം, ഇംഗ്ലീഷിൽ നമ്മൾ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്നാണ് വിളിക്കുക, ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, വടക്ക് ഭാഗത്തേക്ക് നമ്മുടെ നോർത്ത് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കാന്തത്തിന്റെ അഗ്രത്തെ അല്ലെ, ആ ഒരു ഭാഗത്തെ നമ്മൾ ഉത്തര ധ്രുവം അഥവാ നോർത്ത് പോൾ എന്നും, പിന്നെ രണ്ടാമത്തെ അതായത് സൗത്തിലേക്ക് നമ്മുടെ തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രത്തെ നമ്മൾ സൗത്ത് പോൾ അഥവാ ദക്ഷിണ ധ്രുവം എന്നാണ് നമ്മൾ വിളിക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാന്തത്തെ നിങ്ങൾ പൊട്ടിച്ച് എത്ര ചെറുതാക്കിയാലും അല്ലെ എത്ര വലുതാക്കിയാലും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഒരു കാന്തവും ഒരു പോള് മാത്രമുള്ള ഒരു കാന്തവും നിലവിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഈ രണ്ട് പോൾ എന്ന് പറയുന്നത് ഒന്ന് നോർത്തും ഒന്ന് സൗത്തും ആണ്. അതായത് ഒന്ന് ഉത്തര ധ്രുവവും രണ്ടാമത്തെ ദക്ഷിണ ധ്രുവമാണ്. അപ്പോൾ ഒരേപോലുള്ള ധ്രുവങ്ങൾ, അതായത് ഒരേപോലുള്ള ധ്രുവങ്ങളെ നമ്മൾ സജാതീയ ധ്രുവങ്ങൾ എന്നാണ് വിളിക്കുക. ഈ സജാതീയ ധ്രുവങ്ങൾ പരസ്പരം വികർഷിക്കും, അതായത് അകന്നു പോവും, റിപ്പൾഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇനി വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പോൾസ്, സൗത്തും നോർത്തും അങ്ങനെ വരുന്നത്. അപ്പൊ അവ തമ്മിൽ ഒട്ടിച്ചേർന്ന് നിൽക്കും, അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. നെക്സ്റ്റ് ഇവിടെ നമുക്ക് മാഗ്ലൈവ് ട്രെയിനുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു പോയിട്ടുണ്ട് ടെക്സ്റ്റിൽ. അപ്പോൾ ഈ മാഗ്ലൈവ് ട്രെയിനുകൾ എന്ന് പറഞ്ഞാൽ ചക്രങ്ങളില്ലാതെ തന്നെ പാലത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ഒരു തരം ട്രെയിനുകളാണ് മാഗ്ലൈവ് ട്രെയിനുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ നമ്മൾ വിളിക്കും. അപ്പൊ അവിടെ ഈ കാന്തങ്ങളെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ട്രെയിനുകളുടെ ഈ ഒരു പ്രത്യേകതകളെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് ഈ മാഗ്ലൈവ് ട്രെയിനുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് കുറഞ്ഞ ഊർജ്ജ നഷ്ടമാണ്, ചെറിയ എനർജി മതിയാവും നമുക്കത് പ്രവർത്തിക്കാൻ, ശബ്ദ മലിനീകരണം വളരെ സൗണ്ട് കുറവാണ്, തേയ്മാനം കുറവാണ്. അപ്പോൾ വൈദ്യുതകാന്തങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ ഉപയോഗിക്കുന്നത്. ഈ ട്രെയിനുകളിൽ മാത്രമല്ല, നമ്മൾ ഒരുപാട് കളിപ്പാട്ടങ്ങളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അല്ലെ നമുക്കറിയാം കാന്തങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. റേഡിയോ അല്ലെങ്കിൽ എന്താണ് ടെലിവിഷൻ, പല ഉപകരണങ്ങളും നമുക്ക് കാന്തങ്ങളെ അല്ലെങ്കിൽ മാഗ്നറ്റ്സിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് മാഗ്നറ്റിക് കോമ്പസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. കാന്തിക കോമ്പസ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കും. നമ്മൾ പിന്നെ വടക്ക് നോക്കി യന്ത്രം എന്ന് വിളിക്കുന്നത് ഇവനെ തന്നെയാണ്. അപ്പൊ അതില് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കാന്തങ്ങൾക്ക് സ്വയം തെക്ക് വടക്ക് ദിശകളിൽ ക്രമീകരിക്കാനുള്ള കഴിവുണ്ട്. അതിനെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി അഥവാ ദിശാസൂചക സ്വഭാവം എന്നാണ് നമ്മൾ വിളിക്കുക. ആ പ്രത്യേകത ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കാന്തിക കോമ്പസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. അതിനൊരു കേസ് ഉണ്ടാവും അല്ലെ, അതായത് ഒരു അലൂമിനിയത്തിന്റെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കേസ് ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ നമ്മുടെ ഒരു കാന്ത സൂചി ഉണ്ടാവും. ഈ കാന്ത സൂചിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വതന്ത്രമായി തിരിയാൻ സാധിക്കും. ഒന്നുകൂടെ, ഈ അലൂമിനിയത്തിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ കേസിനകത്ത് ഒരു കാന്ത സൂചി അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് നീഡിലാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഈ കാന്ത സൂചിക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ഈ കാന്തിക കോമ്പസ് വടക്ക് നോക്കിയ യന്ത്രത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായില്ലേ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറില് ഇത് വന്നിട്ടുണ്ട്, മുന്നേ ചോദിച്ച ഭാഗമാണ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാം, ടോപ്പിക് പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് കാന്തിക കോമ്പസ് എന്താന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാന്തത്തിന്റെ ദിശാസൂചക സ്വഭാവത്തെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് കാന്തിക കോമ്പസ് അഥവാ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് എന്താണ്, ഒരു അലൂമിനിയത്തിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ ഒരു കേസ്, അതിനകത്ത് നിന്ന് ഇവയ്ക്ക് പരസ്പരം അതിന്റെ അകത്ത് നിന്ന് ഈ കാന്ത സൂചിക്ക് ഫ്രീ ആയിട്ട് ചലിക്കാൻ പറ്റും, സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാൻ പറ്റും, തിരിയാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഇനി നിരപ്പായ പ്രതലത്തിൽ വെച്ചാൽ അതിന്റെ കാന്തസൂചി വേഗത്തിൽ നിശ്ചലമാവുകയും തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളുകയും ചെയ്യുന്നു എന്നാണ് പറയാം. അങ്ങനെ നമുക്ക് ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ നമുക്ക് അറിയാൻ പറ്റും. ഒന്നുകൂടെ, അത് നിരപ്പായിട്ട് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ
പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആ കാന്തസൂചി നിശ്ചലമാകും, റെസ്റ്റിലേക്ക് വരും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാന്തം സ്വതന്ത്രമായിട്ട് ചലിക്കാൻ പറ്റുന്ന കാന്തം റെസ്റ്റിൽ വരുമ്പോൾ അത് ഉറപ്പായിട്ടും തെക്ക് വടക്ക് ദിശകളിലേക്കായിട്ട് സ്വയം ക്രമീകരിച്ച് നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഡയറക്ഷൻ നമുക്ക് അല്ലെങ്കിൽ ദിശ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രം നോർത്ത് പോൾ ആയിരിക്കും. അപ്പൊ അതിന്റെ നോർത്ത് പോൾ എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വടക്കാണോ തെക്കാണോ എന്ന് മനസ്സിലാക്കാം. വടക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും തെക്ക് പറയാൻ പറ്റില്ലേ, അല്ലെങ്കിൽ അടുത്ത ഭാഗം എന്ന് പറയുന്നത് തെക്കോട്ടായിരിക്കും, നമുക്ക് എന്തായാലും പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ദിശ അല്ലെങ്കിൽ ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കാന്തം ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ചലിക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ തെക്ക് വടക്ക് ദിശകളിലായിട്ട് നിൽക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സാധാരണ നമ്മൾ പറഞ്ഞു, ഏതൊരു കാന്തവും ഫ്രീ ആയിട്ട് നമ്മൾ മൂവ് ചെയ്യാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ തെക്ക് വടക്ക് ദിശകളിലായിട്ട് സ്വയം ക്രമീകരിച്ച് നിൽക്കും നമ്മൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, ഭൂമി ഒരു കാന്തമാണ്. ഓക്കെ, അതായത് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു കാന്തത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശകളിൽ സ്വയം ക്രമീകരിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഈ ഭൂമി ഇതാ ഇവിടെ ആ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു. അതായത് എർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, എർത്ത് ആക്ട്സ് ആസ് എ മാഗ്നറ്റ്. അപ്പൊ ഇത് ആദ്യം മനസ്സിലാക്കിയത് വില്യം ഗിൽബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ഒന്നുകൂടി ആ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്കുക, ഭൂമിക്ക് ഒരു കാന്ത സ്വഭാവം ഉണ്ട് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് വില്യം ഗിൽബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്, വില്യം ഗിൽബർട്ട്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി, ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം ഭൂമിശാസ്ത്രപരമായ ഉത്തരധ്രുവത്തിനടുത്തും ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവം ഭൂമിശാസ്ത്രപരമായ ദക്ഷിണ ധ്രുവത്തിനടുത്തുമാണ്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. അപ്പൊ ഒന്നുകൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഭൂമി ഒരു കാന്താണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഭൂമി ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഭൂമിക്ക് രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കില്ലേ? ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, ഏതൊരു കാന്തത്തിനും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഭൂകാന്തത്തിന് ഷുവർ ആയിട്ടും വടക്ക് അല്ലെങ്കിൽ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഭൂമി ആവുന്ന ഈ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയണം? ഈ ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ വടക്കോട്ടേക്കാണ്. അതായത് നമ്മൾ ജോഗ്രഫിയിലൊക്കെ നമ്മൾ ദിശ പറയില്ലേ, വടക്ക് തെക്ക് എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമ്മുടെ വടക്ക് ദിശയിലാണ് ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം വരുന്നത്. ഒന്നുകൂടി, വടക്ക് ദിശയിലാണ് അല്ലെങ്കിൽ ഉത്തര ധ്രുവത്തിനടുത്തേക്കാണ് ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം വരുന്നത്. ഇനി ഭൂമിയാകുന്ന കാന്തത്തിന്റെ ഉത്തര ധ്രുവം നോർത്ത് പോള് വരുന്നത് നമ്മുടെ ജോഗ്രഫിക്കൽ സൗത്തിലേക്കാണ്, അതായത് ഭൂമിശാസ്ത്രപരമായ തെക്കോട്ടാണ്. നേരെ ഓപ്പോസിറ്റ്. ഈ ഒരു പോയിന്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. നിങ്ങൾ ആ ചിത്രം കണ്ടോ? ചിത്രം എല്ലാവർക്കും കാണാൻ പറ്റുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഭൂമിശാസ്ത്രപരമായ വടക്ക്, ഭൂമിശാസ്ത്രപരമായ തെക്കും കാണാം. ഭൂമിയാകുന്ന കാന്തത്തിന്റെ ധ്രുവത, പൊളാരിറ്റി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക, വില്യം ഗിൽബർട്ട് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഭൂമി ഒരു കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പൊ വില്യം ഗിൽബർട്ട് കണ്ടെത്തിയ എന്താണ്, ഭൂമി ഒരു കാന്തമാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറകളിലെ എന്താണ് പറയുന്നത് നമുക്കറിയാം അല്ലെ. അവിടെ ഉള്ളിന്റെ ഘടനയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ എന്താണ്, ഉരുകിയ അവസ്ഥയിൽ ലോഹങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. മോൾട്ടൻ അല്ലെ, മെറ്റാലിക് ആയിട്ടുള്ള എന്താണ് ഘടകങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു പ്രത്യേകത ഒക്കെ ഉള്ളത് കൊണ്ട് ഭൂമി ശരിക്കും ഒരു കാന്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു കാന്തിക ധ്രുവം അല്ലെ ഭൂമിക്ക് ഉണ്ട്. അപ്പോ ഈ ഭൂകാന്തത്തിന്റെ, ഭൂമി ഒരു കാന്തമാണ് നമ്മൾ പറഞ്ഞില്ലേ, കാന്തങ്ങൾക്ക് രണ്ട് പോൾസ് ഉണ്ടായിരിക്കും, രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഭൂമിയാകുന്ന കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം എങ്ങോട്ടാണ്? തെക്ക് ദിശയിലാണോ വടക്ക് ദിശയിലാണോ? വടക്ക് ദിശയിലേക്കാണ്. ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം വടക്ക് ദിശയിലാണ്, ഭൂമിശാസ്ത്രമായ വടക്ക് ദിശയിലാണ്. അതേപോലെ തന്നെ ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവം നമ്മുടെ ഭൂമിശാസ്ത്രപരമായ സൗത്ത് പോളിലേക്കാണ്. അപ്പൊ ഇത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പോയിന്റ് നന്നായിട്ട് പഠിച്ചു പോവുക. ഇങ്ങനെ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. അതായത് ഭൂമിയാകുന്ന ഭൂകാന്തത്തിന്റെ ധ്രുവത എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ ധ്രുവങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ
ജോഗ്രഫിക്കൽ സൗത്തിലേക്കാണ് ഭൂകാന്തത്തിന്റെ ഭൂമി ഉത്തരധ്രുവം. കാന്തവുമായിട്ട് നോക്കിയാൽ മതിയല്ലോ. ഇപ്പം അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ള അത് രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. അതേപോലെ വെരി ഗുഡ് ഗോപി. ഭൂമിയായിട്ട് നോക്കിയാൽ മതി. വെരി ഗുഡ്, അങ്ങനെ മതി. അതാണ് എളുപ്പമുള്ള വഴിയാണത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ചിന്തിക്കാൻ എളുപ്പ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ് ഭൂമിയുടെ കാന്ത സ്വഭാവം. ഓക്കെ, ഇത് പഠിച്ചത് വില്യം ഗിൽബർട്ട് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കാന്തങ്ങൾക്ക് ഈ ഒരു ദിശാസൂചക സ്വഭാവം കൈവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും ഓർമ്മിച്ച് വെക്കുക. ഇനി പറയാൻ പോകുന്നത് നിങ്ങളൊരു കാര്യം ഓർമ്മിക്കുക. ഈ കാന്തങ്ങളുടെ സാമീപ്യം കൊണ്ട്, നമ്മൾ കാന്തങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇരുമ്പിനൊക്കെ എന്ത് ചെയ്യും? കാന്ത സ്വഭാവം കൈവരും. അപ്പൊ അതിനെ നമ്മൾ കാന്തവൽക്കരണം അല്ലെങ്കിൽ കാന്തികവൽക്കരണം എന്നൊക്കെ നമുക്ക് വിളിക്കാം. മാഗ്നറ്റൈസേഷൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം. പിന്നെ അടുത്ത പോയിന്റ് ഓർമ്മിക്കുക, ഏതൊരു കാന്തത്തിനും അത്ര തന്നെ ചെറുതായിരുന്നാൽ പോലും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാന്തം എത്ര ചെറുതായിക്കോട്ടെ, എത്ര ചെറുതാണെങ്കിൽ തരിയാണെങ്കിൽ കൂടി അതിന് രണ്ട് പോൾസ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത പോയിന്റ്, ഒരു ധ്രുവം മാത്രമുള്ള കാന്തം ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യൂണിപോളാർ മാഗ്നറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. നമുക്കിനി പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇംഗ്ലീഷിൽ ആരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് നമ്മൾ കാന്തിക മണ്ഡലത്തെ വിളിക്കുക. പിന്നെ ഇതും വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അപ്പൊ കാന്തത്തിന്റെ കാന്തിക ക്ഷേത്രം അല്ലെങ്കിൽ കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളൊരു കാന്തം നിങ്ങളുടെ കൈ തന്നു. അപ്പൊ ഈ കാന്തത്തിന് ചുറ്റും നമുക്കറിയാലോ, കാന്തത്തിന് എന്തെല്ലാം കഴിവുണ്ട്? മറ്റ് കാന്തിക വസ്തുക്കളെ ആകർഷിക്കാനും അതേപോലെ തന്നെ മറ്റ് കാന്തങ്ങളുമായിട്ട് പ്രവർത്തിക്കാനൊക്കെയുള്ള കഴിവ് കാന്തങ്ങൾക്കുണ്ട് അല്ലെ? ഒരേ ധ്രുവങ്ങളെ ആകർഷിക്കാനും വ്യത്യസ്ത ധ്രുവം അടുത്ത് വന്നാൽ വികർഷിക്കാനും. അതേപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കും. മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള അയേണ്, കൊബാൾട്ട്, നിക്കൽ, ഇതിനെയൊക്കെ കാന്തം എന്ത് ചെയ്യും? ആകർഷിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കാന്തം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ കാന്തത്തിന് ചുറ്റും അതിന്റെ സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ ബലം അനുഭവപ്പെടുന്ന ആ ഒരു സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു കാന്തത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാന്തിക മണ്ഡലം എന്ന് വിളിക്കുക. ഒന്നുകൂടെ, ഒരു കാന്തത്തിന് ചുറ്റും അതിന്റെ ബലം അല്ലെങ്കിൽ അതിന്റെ ആകർഷണം വികർഷണം ഒക്കെ അനുഭവപ്പെടുന്ന അതിന് ചുറ്റുമുള്ള സ്പേസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു മേഖലയെയാണ് നമ്മൾ കാന്തിക മണ്ഡലം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ദ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വെർ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഈസ് ഫെൽറ്റ്. ഒരു കാന്തത്തിന് അതിന്റെ ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന ആ ഒരു സ്പേസിനെ നമുക്ക് എന്ത് വിളിക്കാം? കാന്തിക മണ്ഡലം എന്ന് വിളിക്കാം. കാന്തിക മണ്ഡലം. പിന്നെ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് കാന്തിക ബലരേഖകളാണ്. കാന്തിക മണ്ഡലം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടി പറയാം. ഒരു കാന്തം തന്നു, അതിന് ചുറ്റും അതിന്റെ ആകർഷണം അല്ലെങ്കിൽ അതിന്റെ ബലം അല്ലെ, ആകർഷണം മാത്രമല്ല വികർഷണം ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? കാന്തത്തിന് ചുറ്റും അതിന്റെ ബലം അനുഭവപ്പെടുന്ന അല്ലെ അതിന്റെ പ്രഭാവം അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം അനുഭവപ്പെടുന്ന മേഖലയെ നമുക്ക് കാന്തിക മണ്ഡലം എന്ന് വിളിക്കാം. അപ്പൊ അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ വരെയൊക്കെ നമുക്ക് ആ കാന്തത്തെ അതിന് ചുറ്റും കുറച്ച് ഭാഗത്തെ നമുക്ക് അതിന്റെ ബലം അനുഭവപ്പെടാൻ ചാൻസ് ഉള്ളൂ അല്ലെ. ആ ബലം അനുഭവപ്പെടുന്ന സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ കാന്തിക മണ്ഡലം എന്ന് വിളിക്കുക. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദ 3-dimensional സ്പേസ് അല്ലെങ്കിൽ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഇസ് ഫെൽറ്റ്. കാന്തത്തിന്റെ ഇന്ററാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ അട്രാക്ഷൻ ആവാം അല്ലെങ്കിൽ റിപ്പൽഷൻ ആവാം, ആകർഷണമാകാം വികർഷണമാകാം. അത് അനുഭവപ്പെടുന്ന കാന്തത്തിന് ചുറ്റുമുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുക. പിന്നെ നമുക്ക് പറയേണ്ടത് കാന്തിക ബലരേഖകൾ അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇത് നമ്മൾ പണ്ട് ചെറിയൊരു ക്ലാസ്സിൽ ഒരു പരീക്ഷണം ചെയ്തിട്ടാണ് നമ്മൾ കാന്തിക ബലരേഖകൾ നമ്മൾ ചിത്രീകരിക്കുക ചെയ്തിട്ടുള്ളത്. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു കാന്തം എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു പേപ്പർ വെക്കാം, എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ഇരുമ്പ് തരി വിതറാം. ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ കാന്തത്തിന് ചുറ്റും നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണും പോലെ കുറെ ലൈൻസ് ആയിട്ട് ഇരുമ്പ് തരികൾ പറ്റിപ്പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ലൈൻസിൽ ആ ഒരു ഭാഗത്ത് മാത്രം പോയിട്ട് ഇരുമ്പ് തരികൾ പറ്റിപ്പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാന്തത്തിന്റെ ബലം അനുഭവപ്പെടുന്ന ഈ കാന്തത്തിന്റെ ബലം കടന്നു പോകുന്ന ഭാഗത്താണ് ഈ തരികൾ പറ്റിപ്പിടിക്കുന്നത് അല്ലെ. മാത്രമല്ല ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
കാന്തത്തിന്റെ ശക്തി അല്ലെങ്കിൽ കാന്തത്തിന്റെ സ്ട്രെങ്തിനെ ഒക്കെ നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ എന്താണ് കാന്തിക ബലരേഖകൾ എന്ന് വെച്ചാൽ നമ്മൾ അതിന് ചുറ്റും സാങ്കല്പികമായിട്ട് വരയ്ക്കുന്ന രേഖകളാണ്. അപ്പോൾ കാന്തിക ബലത്തിന്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് നമ്മൾ കാന്തിക ബലരേഖകൾ എന്ന് വിളിക്കുക. കാന്തിക ബലരേഖകൾ എപ്പോഴും ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും അതിന്റെ ഒരു ദിശ എന്ന് പറയുക. നോർത്തിൽ തുടങ്ങി സൗത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. നോർത്ത് പോൾ തുടങ്ങി സൗത്തിലേക്ക് അവസാനിക്കുന്ന രീതിയിൽ. അപ്പോൾ കാന്തിക ബലരേഖകളും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തടുത്ത് ഒരുപാട് ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഭാഗത്ത് കാന്തത്തിന്റെ ആകർഷണം ഒക്കെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. കാന്തിന്റെ ബലം കൂടിയ ഭാഗത്ത് ഒരുപാട് ബലരേഖകൾ കാണപ്പെടും. ഇനി കാന്തത്തിന് ബലം കുറഞ്ഞെടുത്ത് അല്ലെങ്കിൽ കാന്തത്തിന്റെ സ്ട്രെങ്ത് ഇല്ലാത്തടത്ത് ബലരേഖകൾ തീരെ ഉണ്ടായിരിക്കില്ല. അപ്പൊ ബലരേഖകൾ കടന്നു പോകുന്ന ഭാഗത്താണ് കാന്തത്തിന്റെ പ്രഭാവം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെ അവിടെ ഉണ്ടായിരിക്കുക, അനുഭവപ്പെടുക. അപ്പോൾ എപ്പോഴും എവിടെ നിന്ന് തുടങ്ങുന്നത്? നോർത്തിൽ തുടങ്ങി സൗത്തിൽ അവസാനിക്കുന്ന രീതിയിൽ കാന്തത്തിന് ചുറ്റും ഇങ്ങനെ ബലരേഖകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ നമുക്ക് കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്നാണ് അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂണിറ്റ് പരപ്പളവ് അത് നമ്മൾ പരിഗണിക്കുക. ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ലംബമായിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായിട്ട് കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് അവിടുത്തെ ഫ്ലക്സ് സാന്ദ്രത അഥവാ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒന്നുമില്ല, നിങ്ങൾ ഇത്രമാത്രം മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി കടന്നു പോകുന്ന ബലരേഖകളുടെ എണ്ണം, ഒരു യൂണിറ്റ് പരപ്പളവിൽ കൂടി കടന്നു പോകുന്ന ബലരേഖകളുടെ എണ്ണം, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പ്രസന്റ് പെർ യൂണിറ്റ് ഏരിയ എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. അതായത് ഒന്നുമില്ല, കാന്തത്തിന്റെ എത്ര ബലരേഖകൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ആ കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്ന് വിളിക്കുന്നത്. അപ്പൊ സാന്ദ്രത കൂടുതലാണെങ്കിൽ ഒരുപാട് കാന്തിക ബലരേഖകൾ അതിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഇനി സാന്ദ്രത കുറവാണെങ്കിൽ വളരെ കുറഞ്ഞ ബലരേഖകൾ മാത്രമേ ആ ഭാഗത്തൂടെ കടന്നു പോകും. നമ്മൾ എവിടെയാണോ പരിഗണിക്കുന്നത് ആ ഭാഗത്തൂടെ കടന്നു പോകുന്ന ബലരേഖകളുടെ എണ്ണം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഒന്നും പഠിക്കാണ്ട് എത്രമാത്രം ഓർമ്മിച്ചാൽ എത്ര ബലരേഖകൾ കടന്നു പോകുന്നു അതാണ് ഈ സാന്ദ്രത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാന്ദ്രത കൂടാതെ വെച്ചാൽ കൂടുതൽ ബലരേഖകൾ കടന്നു പോകുന്നു, സാന്ദ്രത കുറവാണെങ്കിൽ കുറച്ച് ബലരേഖകൾ മാത്രമേ ഉണ്ടാവും. ഇനി ബലരേഖകളുടെ പ്രത്യേകത എന്താ? ഈ കാന്തിക ബലരേഖകൾ ഒരിക്കലും പരസ്പരം ഖണ്ഡിക്കുന്നില്ല. അതായത് എന്ത് ചെയ്യാണ്, ഖണ്ഡിക്കാതെയാണ് കടന്നു പോകുന്നത്, പരസ്പരം ക്രോസ് ആയിട്ട് പോകുന്നില്ല. പിന്നെ ഈ കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ, ഒരേപോലെയുള്ള ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നതായിട്ടുള്ള ചിത്രം നിങ്ങൾ കാണാൻ പറ്റും. ബലരേഖകൾ നോക്കുക, ഒരേപോലെയുള്ള ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ, അതായത് ലൈക്ക് പോൾ സജാതീയ ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ ബലരേഖകൾ പരസ്പരം വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു. ഇനി വിജാതീയ ധ്രുവങ്ങൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പോൾസ് അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം ചേർന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ബലരേഖകൾ എന്ത് ചെയ്യും? ഒന്നിന്റെ ഉത്തര ധ്രുവത്തിൽ നിന്ന് അടുത്തതിന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് ആരോ മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പരസ്പരം അവ എന്ത് ചെയ്യും? ചേർന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് കാന്തിക ബലരേഖകൾ നോർമലി കടന്നു പോകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇപ്പൊ ബലരേഖകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് നമ്മളെ കാന്തത്തിന്റെ ബലവും സ്വാധീനവും ഒക്കെ കാണിക്കുന്ന സാങ്കല്പിക രേഖകളാണ് കേട്ടോ. സാങ്കല്പിക രേഖകളാണ് കാന്തിക ബലരേഖകൾ എന്ന് പറയുന്നത്. ഇനിയുള്ളത് നമുക്ക് പഠിക്കാനുള്ളത് കാന്തിക പ്രേരണം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പോ ഒരു കാന്തത്തിന്റെ സ്വാധീനം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം. നമ്മൾ പ്രേരിപ്പിക്കുക, ഇൻഡക്ഷൻ എന്നൊക്കെ നമ്മൾ പറയില്ല. ഇൻഡക്ഷൻ, പ്രേരണം എന്ന് വെച്ചാൽ എന്താ? ഒരു വസ്തു കാന്തത്തിന്റെ സ്വാധീനം, ഒരു കാന്തത്തിന്റെ അടുത്ത് നിങ്ങൾ ഒരു ആണി വെച്ച് വിചാരിക്കുക, കുറേ ഒരു ബ്ലേഡോ ആണിയോ എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയാൽ ഒരു തൽക്കാലത്തേക്ക് അതിനൊരു കാന്തത്തിന്റെ സ്വഭാവം കൈവന്നിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ സ്റ്റെയിൻലെസ് നമ്മുടെ ബ്ലേഡ് ഇല്ലേ, നോർമൽ ബ്ലേഡ് സങ്കല്പിക്കുക. നിങ്ങൾ കാന്തത്തിന്റെ മുകളിൽ ഒരു ബ്ലേഡ് വെച്ചു. അപ്പൊ നമുക്കറിയാം യൂഷ്വലി കാന്തം എന്ത് ചെയ്യും? ബ്ലേഡിനെ ആകർഷിക്കും, അട്രാക്ട് ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ആ ബ്ലേഡ് നീക്കം ചെയ്തിട്ട് ഈ ഒരു ബ്ലേഡിനെ മറ്റൊരു കാന്തത്തിന്റെ അടുത്ത് വെക്കാത്തൊരു ബ്ലേഡിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബ്ലേഡുകൾ പരസ്പരം ചേർന്നിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് കാന്തത്തിന്റെ സ്വാധീനമുള്ള ബ്ലേഡിന് ചെറുതായിട്ടൊരു കാന്തശക്തി കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും. ആ ഒരു കാന്തശക്തി നിങ്ങൾക്ക് കൈവന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ കാന്തത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസത്തിന് നമ്മൾ കാന്തിക പ്രേരണം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് വിളിക്കുക. മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഇങ്ങനെ തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞു നിങ്ങളോട് കാന്തത്തിന്റെ ഒരു സ്വഭാവം കൈവന്നു എന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഈ കാന്തത്തിന്റെ അടുത്ത് വെച്ചിട്ടുള്ള വസ്തുക്കൾക്ക്. അങ്ങനെ കിട്ടിയ കാന്തശക്തിയെ നമ്മൾ
പ്രേരിത കാന്തശക്തി എന്നാണ് വിളിക്കുക. പ്രേരിത കാന്തശക്തി. ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് വിളിക്കാം. ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫോഴ്സ് പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഡക്ഷൻ കൊണ്ട് കിട്ടിയതാണ് അല്ലെ. ഇനി അടുത്ത പോയിന്റ് നിങ്ങൾ ഓർമ്മിക്കുക, ഈ സമ്പർക്കം കൊണ്ടായാലും സമ്പർക്കം ഇല്ലാണ്ടും നമുക്ക് ഈ പ്രേരണ കൊണ്ട് ഉണ്ടാവുന്ന കാന്തത്തിന്റെ ധ്രുവത എന്ന് പറയുന്നത്, അതിനും ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ കാന്തം എന്ന് പറഞ്ഞാല് കാന്തത്തിന്റെ അടുത്ത് നിങ്ങൾ ഒരു ബ്ലേഡോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ആണിയോ കൊണ്ടുവച്ചാൽ കുറച്ചു നേരത്തെ കാന്തശക്തി കിട്ടും. അതായത് ആ വസ്തു കാന്തമായിട്ട് ആക്ട് ചെയ്യും, കാന്തത്തിന്റെ സ്വഭാവം കാണിക്കുന്നു പറഞ്ഞല്ലോ. അപ്പൊ അതിന് രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കില്ലേ, നോർത്തും സൗത്തും എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ വസ്തുവിന്റെ ധ്രുവത എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, അകന്ന അഗ്രത്ത് അതേ ധ്രുവവും അടുത്തുള്ള അഗ്രത്ത് വിപരീത ധ്രുവമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണാൻ പറ്റും, ഒരു കാന്തത്തിന്റെ താഴെ ഒരു ആണി വെച്ചിട്ടുണ്ട്. അപ്പൊ കാന്തത്തിനോട് ചേർന്നിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യും, വ്യത്യസ്ത ധ്രുവമായിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, അത് പരസ്പരം ആകർഷിക്കണമെങ്കിൽ വിജാതി ധ്രുവങ്ങൾ ഓപ്പോസിറ്റ് പോൾസ് ആയിരിക്കണ്ടേ. അപ്പൊ കാന്തത്തിനോട് അടുത്ത് നിൽക്കുന്നത് വ്യത്യസ്ത ധ്രുവമായിരിക്കും, അകന്നു നിൽക്കുന്ന ഭാഗം ഒരേ ധ്രുവം ആയിരിക്കും. നിങ്ങൾ ആ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്കട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് വശകത അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി എന്താണ്, റിറ്റന്റിവിറ്റി എന്താണ് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല, നന്നായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാന്തത്തിന്റെ അടുത്ത് നിങ്ങളൊരു കാന്തിക വസ്തു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിന് കാന്തത്തിന്റെ സ്വഭാവം കിട്ടുമെന്ന് പറഞ്ഞു. ഇരുമ്പോ നിക്കലോ കൊബാൾട്ടോ എന്തെങ്കിലും സ്റ്റീലോ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ കാന്തത്തിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് കാന്തത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ കാന്തശക്തി കിട്ടുമെന്ന് പറഞ്ഞു. അതിന് നമ്മൾ എന്താ വിളിക്കുക, കാന്തിക പ്രേരണം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കും. ആ കിട്ടിയ കാന്തശക്തി നമ്മൾ എന്താ വിളിക്കുക, പ്രേരിത കാന്തശക്തി അഥവാ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ എല്ലാ വസ്തുക്കളും പെട്ടെന്ന് ഇങ്ങനെ കാന്ത സ്വഭാവം ഒന്നും കിട്ടില്ല. ചില വസ്തുക്കൾ വളരെ പെട്ടെന്ന് എന്തായിട്ട് മാറും, കാന്ത സ്വഭാവം കാണിക്കും. ചില വസ്തുക്കൾ മെല്ലെ എന്ത് ചെയ്യൂ, ഈ കാന്തശക്തി കൈവരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ വശകത എന്ന് പറഞ്ഞാല് ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് നമ്മൾ വശകത എന്ന് വിളിക്കുക. അതായത് പെട്ടെന്ന് തന്നെ കാന്തശക്തി കിട്ടുകയാണെങ്കിൽ നമ്മൾ വശകത കൂടുതലാന്ന് പറയും. ഇനിയിപ്പോ കുറേ നേരം എടുത്തിട്ടാണ് അത് കാന്തശക്തി കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിന് വശകത കുറവാന്ന് പറയും, അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി കുറവാന്ന് പറയും. അപ്പോൾ ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കൊണ്ട് കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശകത. ഓക്കെ, അതായത് നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് അതിന്റെ ഒരു മാഗ്നറ്റിന്റെ ആ ഒരു മാഗ്നറ്റൈസ് ചെയ്യപ്പെടാനുള്ള ആ ഒരു കഴിവാണ്, എബിലിറ്റിയാണ് നമ്മൾ കാന്തിക വശകത അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി എന്ന് വിളിക്കുന്നത്. പിന്നെ റിറ്റന്റിവിറ്റി എന്നുള്ള ഒരു പോയിന്റ് കൂടി ഓർമ്മിക്കണം. ഈ റിറ്റന്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് റിറ്റൻഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് നിലനിർത്താനുള്ള കഴിവാണ്. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഇരുമ്പാണിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഒരു കൊബാൾട്ടിന്റെ എന്തോ ഒരു വേറെന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ ഈ കാന്തശക്തി എത്ര നേരം നമുക്ക് ആ വസ്തുക്കൾ കൈവരും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ചില വസ്തുക്കൾ പെട്ടെന്ന് തന്നെ കാന്തത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാന്തശക്തി കൈവിട്ട് കളയും. ചില വസ്തുക്കൾ കുറേ നേരത്തെ കാന്തത്തിന്റെ സ്വഭാവം നിലനിർത്തും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സസെപ്റ്റിബിലിറ്റി കൊണ്ട് അല്ലെങ്കിൽ വശകത കൊണ്ട് നമുക്ക് കാന്തശക്തി ഓൾറെഡി കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് നിലനിർത്താനുള്ള കാന്തങ്ങളുടെ കഴിവിനെ നമ്മൾ റിറ്റന്റിവിറ്റി എന്നാണ് വിളിക്കുക. ഒന്നുകൂടി, ദ എബിലിറ്റി ടു റിറ്റൈൻ ദ മാഗ്നറ്റിക് ഫോഴ്സ് ബൈ സസെപ്റ്റിബിലിറ്റി എന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് സസെപ്റ്റിബിലിറ്റി അല്ലെങ്കിൽ വശകത കൊണ്ട് ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവാണ് നമ്മൾ എന്ത് വിളിക്കുക, റിറ്റന്റിവിറ്റി എന്ന് വിളിക്കുക. റിറ്റന്റിവിറ്റി ഓർമ്മിക്കുക. പച്ചിരുമ്പ് എന്ന് പറഞ്ഞാൽ പച്ചിരുമ്പിന് വശകത കൂടുതലാണ്. ഈ ഒരു പോയിന്റ് ഓർമ്മിച്ചൊക്കെ, പച്ചിരുമ്പ് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ് അയൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പൊ പച്ചിരുമ്പിന് വശകത കൂടുതലാണ്. അതിന്റെ അർത്ഥം പെട്ടെന്ന് തന്നെ കാന്തവൽക്കരിക്കപ്പെടാൻ പറ്റും, പെട്ടെന്ന് തന്നെ അത് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. നേരെ മറിച്ചിട്ട് സ്റ്റീലിന് റിറ്റന്റിവിറ്റി കൂടുതലാണ്. അതായത് കാന്തശക്തി കിട്ടിക്കഴിഞ്ഞാൽ അത് കുറേ നേരം എന്ത് ചെയ്യും, അത് നിലനിർത്താനുള്ള കഴിവ് നമ്മുടെ സ്റ്റീലിന് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മറന്നുപോകാനേ പാടില്ല. ഒന്നുകൂടി, പച്ചിരുമ്പ് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ് അയണിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, വശകത കൂടുതലാണ്. പെട്ടെന്ന് തന്നെ കാന്ത സ്വഭാവം കൈവരിക്കും, പക്ഷെ പെട്ടെന്ന് തന്നെ ഇയാൾ വിട്ട് കളയും കേട്ടോ. കുറെ നേരം നിലനിർത്താനുള്ള കഴിവ് ആർക്കില്ല, നമ്മുടെ പച്ച ഇരുമ്പിന് ഇല്ല. ഇനി സ്റ്റീലാവുമ്പോ അല്ലെങ്കിൽ ഉരുക്കാവുമ്പോ അതിന് മെല്ലെ എന്ത് ചെയ്യൂ, അതിന് കാന്ത സ്വഭാവം കൈവരിക്കുള്ളൂ. കുറേ നേരം നിങ്ങൾ സ്റ്റീലിനെ കാന്തത്തിനടുത്ത് വെക്കേണ്ടി വരും, എന്ത് കിട്ടാൻ വേണ്ടി, കാന്തശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ കിട്ടിയ കാന്തശക്തി ഈ നമ്മുടെ സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്ക് എന്ത് ചെയ്യും, കുറേ നേരത്തെ
സമയത്ത് നിലനിർത്തും, ഒരുപാട് സമയത്തേക്ക് നിലനിർത്താൻ കഴിവുണ്ട്. അതായത് റിറ്റൻറ്റിവിറ്റി കൂടുതലാണ്. ഇപ്പൊ വശകത കൂടിയത് പച്ചിരുമ്പിനും റിറ്റൻറ്റിവിറ്റി കൂടിയത് ഉരുക്കിനുമാണ്, സ്റ്റീലിനുമാണ് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ സോഫ്റ്റ് അയണിന് നമ്മൾ സസെപ്റ്റിബിലിറ്റി കൂടുതലാന്ന് പറയാം. ഇനി സ്റ്റീലിന് എന്ത് റിറ്റൻറ്റിവിറ്റി കൂടുതലാന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. കണ്ടോ, നമുക്ക് ഇവിടെ ഒരു ബോക്സ് കാണാൻ പറ്റും. പച്ചിരുമ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് അയണിന് ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോഫ്റ്റ് അയൺ എന്ത് ചെയ്യും, കാന്തശക്തിയെ കൈവിട്ട് കളയും. പക്ഷെ കാന്തിക പ്രേരണത്തെ എളുപ്പം വഴങ്ങുന്നു, അതായത് വശകത വളരെ കൂടുതലാണ് നമ്മുടെ പച്ചിരുമ്പ് അഥവാ സോഫ്റ്റ് അയണിന്. ഇനി ഉരുക്ക് അല്ലെങ്കിൽ സ്റ്റീലിന് ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് അല്ലെങ്കിൽ റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതേസമയം കാന്തിക പ്രേരണത്തിന് എളുപ്പം വഴങ്ങുന്നില്ല, അതായത് വശകത വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ കാന്ത സ്വഭാവം ആര് കൈവരിക്കില്ല, നമ്മുടെ ഉരുക്ക് അഥവാ സ്റ്റീല് കൈവരിക്കില്ല. അപ്പൊ ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, മറക്കാനേ പാടില്ല. ഞാൻ ഇത് കഴിഞ്ഞ ശേഷം നോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഇനി ഫൈനലി നമുക്ക് എന്താണ് ഷംന, ബലത്തിന്റെ PDF സാറ് സെൻഡ് ചെയ്തിട്ടില്ലല്ലോ? ഞാൻ ബലത്തിൻ്റെത് ഷമീം സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. സാർ സെൻഡ് ചെയ്തിട്ടില്ല, ഞാൻ ചോദിച്ചു നോക്കാം കേട്ടോ. ബലത്തിന്റെ PDF കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ ഇട്ടുതരാം കേട്ടോ. അത് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തതാണ്. ഇപ്പൊ സാർ എന്തെങ്കിലും വിട്ടുപോയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് ഞാൻ നമ്മുടെ ക്ലാസ് എടുത്ത അന്ന് തന്നെ ഞാൻ സാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ചോദിച്ചു നോക്കാം. ഇനി സാറ് നമ്മുടെ ചെമ്പ് തകിടിന്റെ എങ്ങനെയാ സാറേ വശകതയും റിറ്റൻറ്റിവിറ്റിയും? ഗോപിക, ചെമ്പ് തകിടിന് വശകതയില്ല, റിറ്റൻറ്റിവിറ്റി ഇല്ല. കാരണം എന്താ, അത് കാന്തിക വസ്തുവല്ല. അല്ല, കാന്തിക നമ്മളിപ്പോ ഈ കോയിലൊക്കെ ഉണ്ടാക്കുമ്പോ ചെമ്പ് തകിട് കുത്തി വെച്ചിട്ട് അതിൻ്റെ അകത്ത് കറണ്ട് കടത്തിവിട്ട് അത് മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്? അത് മാഗ്നറ്റ് ആയിട്ട്, ചെമ്പ് തകിട് മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. അതിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ചെമ്പ് അല്ലെങ്കിൽ നമ്മുടെ കോപ്പർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മെറ്റീരിയലിലെ കാന്തിക വസ്തു അല്ല. അപ്പൊ അതുകൊണ്ട് അത് കാന്തശക്തി കൈവരിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് അതിന് വശകത റിറ്റൻറ്റിവിറ്റി ഒന്നും അതിന്റെ കേസിൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ കാര്യം പറഞ്ഞാൽ മതി, നമ്മുടെ കൊബാൾട്ട് അയൺ അല്ലെങ്കിൽ നിക്കൽ, ഇവരെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. കാരണം ഇവരല്ലേ കാന്തിക വസ്തുക്കൾ. അപ്പൊ കാന്തിക വസ്തുക്കളാണല്ലോ കാന്തത്തെ ആകർഷിക്കുക, അതിൽ ചേർന്ന് നിൽക്കുക, കാന്തശക്തി കൈവരിക്കൊക്കെ ചെയ്യുക കാന്തിക വസ്തുക്കളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഗോപിക പറഞ്ഞ ആ ഒരു കോപ്പറിന്റെ കേസ് നമുക്ക് ഇവിടെ പറയാം. അവിടെ നമുക്ക് വൈദ്യകാന്തം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷെ അത് കാന്തശക്തി അത് കൈവരിക്കുന്നതല്ല, അതിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നതാണ് കേട്ടോ. ആ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്കാം. നെക്സ്റ്റ് ഉള്ളത് പെർമിയബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ ഒറ്റൊരു കാര്യം ഓർമ്മിച്ചാൽ പെർമിറ്റ് ചെയ്യാം, മനസ്സിൽ വിചാരിക്കാം. പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ പെർമിറ്റ് ചെയ്യാം. അപ്പോൾ കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് വിളിക്കുക. കാന്തിക വസ്തുക്കളുടെ നമുക്കറിയാം, ഈ കാന്തിക വസ്തുക്കൾക്ക് എന്ത് ചെയ്യും, കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള കഴിവുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വസ്തുക്കള് കാന്തിക ബലരേഖകൾ, ഞാൻ പറഞ്ഞു കാന്തത്തിന് ചുറ്റും ബലരേഖകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബലരേഖകൾ കടന്നു പോവാൻ ചില വസ്തുക്കൾ സമ്മതിക്കും, ചില വസ്തുക്കൾ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയാം. പെർമിയബിലിറ്റി. ഒന്നുകൂടെ, കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. പെർമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അനുവദിക്കുക എന്നല്ലേ. അപ്പൊ എന്തിനനുവദിക്കുക, കാന്തിക ബലരേഖ എന്ന് പറഞ്ഞാൽ കാന്തത്തിന് ചുറ്റും ബലരേഖകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ചില വസ്തുക്കൾ സമ്മതിക്കും, ചില വസ്തുക്കൾ കടത്തിവിടില്ല. അപ്പൊ അങ്ങനെ കാന്തിക വസ്തുക്കളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള പദാർത്ഥങ്ങളുടെ കഴിവാണ്, എബിലിറ്റിയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതൊന്നുകൂടെ മുകളിലോട്ടൊന്ന് ട്രാഗ് ചെയ്യാവോ? ഈ പിക്ചർ അല്ലേ അതെ അതെ, കാണുന്നില്ലേ? അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് നമ്മുടെ ഒരു ബോൾട്ടോ അല്ലെ, നെറ്റ് ബോൾട്ട്, അതിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഉള്ളിലൂടെ നന്നായിട്ട് ബലരേഖകൾ കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ. നേരെ മറിച്ചിട്ട് വായു ഉള്ള സ്ഥലത്ത് അതിന്റെ ഉള്ളിൽ കൂടെ കാന്തിക ബലരേഖകൾ പോകുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ കൂടുതൽ നന്നായിട്ട് കടത്തിവിടാരാണ്, ആ ലോഹ പദാർത്ഥമാണ്. അത്രേ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക,
കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള പദാർത്ഥങ്ങളുടെ കഴിവാണ്. ഇനി ഫൈനലി നമുക്ക് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് അഥവാ വൈദ്യുത കാന്താണ്. ഇലക്ട്രോ മാഗ്നറ്റ് അഥവാ വൈദ്യുത കാന്തം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവിക കാന്തങ്ങളാണ് പ്രകൃതിയിൽ ഓൾറെഡി കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കാന്തങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അൽനിക്കോ പോലെയുള്ള ലോഹ സങ്കരങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കൃത്രിമ കാന്തങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അൽനിക്കോയിൽ ആരൊക്കെയുണ്ട്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, കുറച്ച് ട്രേസ് ഓഫ് അയൺ ഈസ് ഓൾസോ ആഡഡ്, ചെറിയ അളവിൽ കുറച്ച് ഇരുമ്പും ചേർക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അൽനിക്കോ ഒക്കെ ഉണ്ടാക്കുന്നത്. അതല്ലാതെ നമുക്ക് വൈദ്യുതി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാന്തങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് പഠിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റാ. ഈ ഈസ്റ്റഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, മനസ്സിൽ നിങ്ങൾ ഈ ഒരു കഥ ഓർമ്മിച്ച് വെക്കുക. കറണ്ട് കടന്നു പോകുന്ന ഒരു ചാലകത്തിന്റെ അടുത്ത് ഒരു മാഗ്നറ്റിക് നീഡിൽ, നമ്മുടെ കാന്ത സൂചിയില്ലേ അങ്ങോട്ടും നമ്മുടെ കോമ്പസിന്റെ ഉള്ളിലുള്ള, അപ്പൊ അത് ഒരു കറണ്ട് കടന്നു പോകുന്ന ഒരു എന്താ ചാലകം എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കടത്തി വിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. ഇപ്പൊ ഒരു ചെമ്പ് കമ്പി വിചാരിക്കുക, അപ്പൊ കറണ്ട് കടന്നു പോകുന്നുണ്ട്, അതിന്റെ അടുത്ത് ഒരു കാന്ത സൂചി അഥവാ നീഡിൽ കൊണ്ടുവച്ചു. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഈ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭ്രംശിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് ഇദ്ദേഹത്തിന് കാണാൻ പറ്റി. അതായത് കറണ്ട് കടന്നു പോകുമ്പോൾ ഈ കാന്ത സൂചി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതായിട്ട് ആര് കണ്ടു? ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് കണ്ടു. അപ്പൊ അങ്ങനെ അതിനെ പറ്റിയിട്ട് മൂപ്പർ പഠിച്ചാണ് വൈദ്യുത കാന്തം ഉണ്ടാക്കിയ അദ്ദേഹം എന്നല്ല പറഞ്ഞത്, വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പൊ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ് പറഞ്ഞത് എന്ത്? ഒരു ചാലകത്തിന് ചുറ്റും കറണ്ട് കടന്നു പോകുമ്പോൾ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട്. എന്താ കാന്തിക മണ്ഡലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ? അതായത് കാന്തത്തിന് ചുറ്റും അതിന്റെ ആകർഷണവും വികർഷണവും ഒക്കെ അനുഭവപ്പെടുന്ന പ്രദേശം അല്ലെ, മേഖലയാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റഡ് ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പിന്നീട് വൈദ്യുതി ഉപയോഗിച്ചിട്ട് കാന്തങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുത കാന്തത്തിന്റെ ചെറിയ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ഇരുമ്പാണിയിൽ ഒരു കവചിത ചെമ്പ് കമ്പി ഉപയോഗിച്ചിട്ട് കുറെ ചുറ്റികൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു സെല്ലുമായിട്ട് നമ്മൾ ഈ കമ്പിയുടെ അഗ്രങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ടിപ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വൈദ്യുതി നമുക്കറിയാം കോപ്പർ അല്ലെങ്കിൽ ചെമ്പ് എന്ന് പറയുന്ന നല്ലൊരു വൈദ്യുത ചാലകമാണ്, നന്നായിട്ട് കറണ്ടിനെ കടത്തി വിടും. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചിത്രത്തിൽ നമുക്ക് പോർട്രേ ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് കടന്നു പോകാൻ തുടങ്ങുമല്ലോ. അപ്പൊ കറണ്ട് കടന്നു പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞില്ലേ, കറണ്ട് കടന്നു പോകുന്ന ചാലകത്തിന് ചുറ്റും എന്ത് രൂപപ്പെടുന്നുണ്ട്? കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് രൂപം കൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഇതിന് ചുറ്റും കാന്തത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൃത്രിമ കാന്തങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ വൈദ്യുത കാന്തങ്ങളെല്ലാം താൽക്കാലിക കാന്തങ്ങളാണ്. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഞാൻ പറഞ്ഞു, ഈ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെ സെല്ലുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ വിച്ഛേദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ കറണ്ട് കടന്നു പോയില്ലാലോ. കറണ്ട് കടന്നു പോയാൽ മാത്രമല്ലേ നമുക്ക് അതിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപം കൊള്ളുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓർമ്മിക്കുക, വൈദ്യുത കാന്തങ്ങൾ എന്താണ്? താൽക്കാലിക കാന്തങ്ങളാണ്. നേരെ മറിച്ചിട്ട് അൽനിക്കോ കൊണ്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന കാന്തങ്ങളൊക്കെ സ്ഥിര കാന്തങ്ങളാണ്. കാരണം എന്താ? അവർക്ക് എപ്പോഴും കാന്ത സ്വഭാവം ഉണ്ടായിരിക്കും. പക്ഷേ വൈദ്യുത കാന്തങ്ങൾക്ക് എപ്പോഴും കാന്ത സ്വഭാവം ഉണ്ടായിരിക്കില്ല. അവ താൽക്കാലിക കാന്തങ്ങളാണ്. സ്വിച്ച് ഓഫ് ചെയ്യുന്ന എപ്പോഴാണോ അല്ലെങ്കിൽ കറണ്ട് കടന്നു പോകുന്നില്ലെങ്കിൽ ആ സമയം അതിന്റെ കാന്തികത നഷ്ടാവും. പിന്നെ ഈ കാന്തശക്തി, നമുക്ക് ഈ വൈദ്യുത കാന്തത്തിന്റെ ശക്തി നമുക്ക് കൂട്ടാൻ പറ്റും. നിങ്ങളൊരു വൈദ്യുത കാന്തം നിങ്ങൾ ഉണ്ടാക്കി വിചാരിക്കുക. നിങ്ങളൊരു ഒരു സോളിനോട് അല്ലെങ്കിൽ ഒരു ചുട്ടിയ ചെമ്പ് കമ്പി ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഒരു സെല്ല് ഉപയോഗിക്കുക, പിന്നെ അതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പച്ചിരുമ്പിന്റെ ഒരു കഷ്ണമൊക്കെ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൈദ്യുത കാന്തം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ വൈദ്യുത കാന്തങ്ങളുടെ ശക്തി, പവർ, സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും, കുറക്കാനും പറ്റും. എങ്ങനെയാണ്? ഒന്നെന്ന് പറയുന്നത്, ഈ ചുറ്റികളുടെ എണ്ണം കൂടിക്കഴിയുമ്പോൾ കാന്തത്തിന്റെ സ്ട്രെങ്ത്, ശക്തി കൂടും. 2, വൈദ്യുതിയുടെ അളവാണ്. നിങ്ങൾ നല്ല കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ സ്ട്രോങ് കാന്തം കിട്ടും, മാഗ്നറ്റ് കിട്ടും, നല്ല ശക്തിയുള്ള കാന്തം കിട്ടും. ഇനി കറണ്ടിന്റെ അളവ് കുറവാണെങ്കിൽ കാന്തത്തിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ശക്തി വളരെ കുറവായിരിക്കും. 3, കമ്പിച്ചുരുളിനകത്തുള്ള പച്ചിരുമ്പിന്റെ ഛേദതല വിസ്തീർണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നിങ്ങൾ വിചാരിക്കുക, ഞാൻ പറഞ്ഞു കൃത്രിമകാന്തം ഉണ്ടാക്കും നമുക്ക് എന്ത് വേണം? ഒരു പച്ചിരുമ്പിന്റെ കഷ്ണം ഉള്ളിൽ വെക്കാൻ വേണം. ഈ പച്ചിരുമ്പ് നല്ല തിക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാന്തത്തിന് ശക്തി കുറച്ച് കൂടുതലായിരിക്കും. ഇനി വളരെ തിന്നാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും. അപ്പൊ ഈ 3 മെത്തേഡ് വഴി നമുക്ക് കാന്തത്തിന്റെ ശക്തി കൂട്ടാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ പറയാം, ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ഒരു ചാലകത്തിലൂടെ
കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് രൂപം കൊള്ളുന്നു എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടെത്തലാണ് നമ്മളെ കൃത്രിമ കാന്തങ്ങളായിട്ടുള്ള വൈദ്യുത കാന്തം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നതിലേക്ക് നമ്മളെ നയിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, വൈദ്യുത കാന്തങ്ങളൊക്കെ എന്താണ്? താൽക്കാലിക കാന്തങ്ങളാണ്, ടെമ്പററി മാഗ്നറ്റ്സ് ആണ്. അതിന് കറണ്ട് എപ്പോഴാണോ ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ വൈദ്യുതിയുടെ ഒഴുക്ക് നിൽക്കുന്നത് അപ്പോൾ തന്നെ കാന്തിക സ്വഭാവം ഇല്ലാണ്ടാവും. പക്ഷെ നമ്മുടെ അൽനിക്കോ ഉണ്ടാക്കുന്ന കാന്തങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ തന്നെ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന നാച്ചുറൽ ഈ ഒരു സ്വഭാവം ഇല്ല. അവ സ്ഥിര കാന്തങ്ങളാണ്, പെർമനന്റ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ആണ്. പക്ഷെ വൈദ്യുത കാന്തങ്ങൾ താൽക്കാലിക കാന്തങ്ങൾ മാത്രമാണ്. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥിരകാന്തങ്ങളായിട്ടുള്ള കാന്തങ്ങളില്ലേ, നമ്മൾ നോർമൽ പറ്റില്ല, കാരണം അത് ഫിക്സഡ് ആണ്. അതിന്റെ കാന്തശക്തി എന്ന് പറയുന്നത് സ്ഥിരമാണ്. അൽനിക്കോ കൊണ്ട് ഉള്ള ഒരു കാന്തം നിങ്ങളുടെ വീട്ടിലുണ്ട് വിചാരിക്കുക, ഒരു ബാർ കാന്തം ഉണ്ട്. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് സ്ഥിരമാണ്. അത് നമുക്ക് കൂട്ടാനോ കുറക്കാനോ അങ്ങനെ പറ്റൂല. നേരെ മറിച്ചിട്ട് കൃത്രിമ കാന്തങ്ങളായിട്ടുള്ള നമ്മുടെ ഈ വൈദ്യുത കാന്തങ്ങളില്ലേ, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഇല്ലേ, അതിന്റെ ശക്തി അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. 3 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ആ 3 മെത്തേഡ് ഓർമ്മിക്കുക. ഒന്ന്, അതിന് ചുറ്റുമുള്ള കമ്പിച്ചുരുളുകളുടെ ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യുക, കൂട്ടുക. അപ്പൊ ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ കുറച്ച് ശക്തി കൂടും. പിന്നെ നന്നായിട്ട് നമുക്ക് ഈ കാന്തത്തിന് ശക്തി കൂട്ടാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് കറണ്ടിന്റെ അളവ് കൂട്ടുക. കറണ്ട് കൂടുമ്പോൾ കാന്തശക്തി വല്ലാതെ അങ്ങ് കൂടും, കറണ്ട് കുറയും. അപ്പൊ നമുക്ക് വൈദ്യുത കാന്തങ്ങളുടെ സ്ട്രെങ്ത് കൂട്ടാനുള്ള അടുത്ത ഒരു വഴിയാണ് കറണ്ടിന്റെ അളവ്, അതിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിന്റെ അളവ് കൂട്ടാന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് കാന്തശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും. 3 എന്ന് പറയുന്നത്, അതിന്റെ ഉള്ളിൽ നമ്മൾ പച്ചിരുമ്പിന്റെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് അയണിന്റെ ഒരു കഷ്ണം വെച്ചിട്ടുണ്ടല്ലോ, അത് തിക്കായിരുന്നാൽ കുറച്ചുകൂടി സ്ട്രെങ്ത് നമ്മുടെ വൈദ്യുതകാന്തത്തിന് ഉണ്ടാവും. ഇനി അത് തിന്നാവും തോറും അല്ലെങ്കിൽ അതിന്റെ പരപ്പളവ്, ഛേദതല പരപ്പളവ് കുറഞ്ഞു വരും തോറും അതിന്റെ ശക്തി കുറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വൈദ്യുത കാന്തങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് കാന്തവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഞാൻ പറയുന്നത്, ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഈ കാന്തങ്ങളുടെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വന്നായിട്ട് കാണാൻ പറ്റും. അതിൽ വളരെ കോമൺ ആയിട്ടുള്ളത് നേരത്തെ ആരോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കാന്തിക കോമ്പസിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. കാന്തിക കോമ്പസ് ഏത് തത്വം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഭൂമിയുടെ കാന്തികതയ്ക്ക് അനുസരിച്ചിട്ടാണ് കാന്തിക കോമ്പസ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഭൂമി ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കുന്നു, ഭൂകാന്തത്തിനും ധ്രുവങ്ങളൊക്കെ ഉണ്ട്. അത് ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമുക്ക് ഈ കാന്തിക കോമ്പസിന്റെ നിർമ്മാണത്തിന്റെ ഒരു ഇതിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ചോദിക്കാം ഭൂകാന്തത്തിന്റെ ചോദിക്കാം. ഷമീർ എന്താ പറഞ്ഞ, എനിക്ക് ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയോ? എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ്? വടക്ക് നോക്കി യന്ത്രം പ്രവർത്തിക്കുന്നത്, ഭൂമി ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഭൂമിയുടെ കാന്തികത ഉള്ളതുകൊണ്ട്, ഭൂമിയുടെ കാന്തികതയ്ക്ക് അനുസരിച്ചിട്ട്, ഭൂമി ഒരു കാന്തമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഭൂമിക്ക് കാന്തത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഈ കാന്തങ്ങള് സ്വതന്ത്രമായിട്ട് ചലിക്കാൻ അനുവദിച്ചാൽ തെക്ക് വടക്ക് ദിശകളായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഭൂമിക്ക് കാന്ത സ്വഭാവം ഉള്ളതുകൊണ്ടാണ്, അത് ഓർമ്മിച്ച് വെക്കാം. പിന്നെ നമുക്ക് ഭൂമി ഒരു കാന്താന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഭൂകാന്തത്തിന്റെ പ്രത്യേകതകൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അത് ഓർമ്മിക്കുക. ഭൂകാന്തം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ദിശ അല്ലെങ്കിൽ അതിന്റെ പൊളാരിറ്റി എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. പിന്നെ ഇവിടുന്ന് കാന്തിക ബലരേഖകളെ പറ്റി ചോദിക്കും. പിന്നെ വശകത കൂടുതൽ ആർക്കാണ്, റിറ്റൻറ്റിവിറ്റി കൂടുതൽ ആർക്കാണെന്ന് ചോദിക്കും. പെർമിയബിലിറ്റി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഓർമ്മിച്ച് വെക്കുക. പിന്നെ വൈദ്യുതകാന്തിന്റെ ശക്തി കൂട്ടാനുള്ള മാർഗങ്ങൾ, ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്ഥിര കാന്തവും വൈദ്യുതകാന്തവും തമ്മിലുള്ള ഡിഫറൻസ് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഓർമ്മിച്ച് വെക്കുക. വൈദ്യുതകാന്തത്തിന്റെ ശക്തി എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നുള്ള ഈ 3 മെത്തേഡുകൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്ന് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ നോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിന്ന് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? ഡിസ്കസ് ചെയ്യോ?
ഗ്രൂപ്പില് സാറ് എന്താണ് പറഞ്ഞില്ലേ സസ്ന? അടുത്ത പ്രീവിയസ് ക്ലാസ് ഇയർ മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടാനുണ്ട്. അപ്പം ഞാൻ അതൊരു സെഷൻ വെച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമുക്ക് ഇപ്പം അടുത്ത ഏതെങ്കിലും ഒരു ദിവസം തന്നെ ഞാനൊരു ദിവസം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസിന്റെ കൂടെ ജസ്റ്റ് നമുക്ക് ആ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സും ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സെഷനായിട്ട് തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ സംഭവം എന്നറിയോ, നമുക്ക് ഈ ടോപ്പിക്ക് തീരാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് 1 hour ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. ആദ്യം ഞാൻ ഇമ്പോർട്ടൻസ് ടോപ്പിക് ആദ്യം തീർത്തിട്ട് ഒരു സെഷനായിട്ട് നമുക്ക് മൊത്തം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്? ലിമിറ്റഡ് ടൈം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ആ ഫോക്കസ് ലെങ്ത്തിന്റെ ഒക്കെ പ്രോബ്ലംസ് ഇല്ലേ, കോൺകേവ് ലെങ്സ് കോൺവെക്സിലൊക്കെ അതും വേണം. അതെ, അത് ഷുവറായിട്ടും നമ്മൾ ചെയ്യും. നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ചാപ്റ്റർ പറയുമ്പോൾ അപ്പോൾ അതിൽ നമ്മൾ പ്രോബ്ലംസ് നമ്മൾ ഷുവറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഡേ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് 1-2 hour നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നമുക്ക് ചെയ്തു പോവാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു താങ്ക് സർ. യു. താങ്ക് യു സാർ.